പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ട്രോഫിയുമായി UTVയും ആലത്തൂരിൽ നടക്കുന്ന കൗമാര കലാമേളയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ഉപജില്ലയ്ക്കും മികച്ച സ്കൂളിനുമാണ് പാലക്കാട് ജില്ലയുടെ സ്വന്തം ചാനൽ ട്രോഫികൾ സമ്മാനിക്കുന്നത്. ഇന്ന് വൈകിട്ട് നടക്കുന്ന സമാപന യോഗത്തിൽ ട്രോഫികൾ സമ്മാനിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ വി മണികണ്ഠനും COA ജില്ലാ സെക്രട്ടറിയും ഡയറക്ടറുമായ സിദ്ദിഖും അറിയിച്ചു. ഇതാദ്യമായാണ് ജില്ലാ കലോത്സവത്തിൽ ഒരു TV ചാനൽ വക ട്രോഫികൾ സമ്മാനിക്കുന്നത്. പ്രേക്ഷകരെ അങ്ങനെ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ UTV കേരള വിഷനും അതായത് നമ്മൾ 4 ദിവസമായി തത്സമയം നൽകുകയാണ്. ഇന്ന് സമാപന ദിവസമാണ്. അതിൽ മികച്ച വിദ്യാലയത്തിനും മികച്ച സ്കൂളിനും നമ്മൾ ഒരു ട്രോഫി നമ്മൾക്ക് നൽകേണ്ടിയിരിക്കുന്നു. എന്തായാലും മികച്ച ഉപജില്ലയ്ക്കും മികച്ച സ്കൂളിനുമുള്ള ട്രോഫിയാണ് UTV കേരള വിഷൻ അതായത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് സ്വീകരിക്കാനായിട്ട് ട്രോഫി കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. മനോഹരമായ ദൃശ്യം നമുക്ക് കാണാം. അത് UTV മാനേജിംഗ് ഡയറക്ടർ വി മണികണ്ഠനും COA ജില്ലാ സെക്രട്ടറി സിദ്ദിഖും നൽകുകയാണ് എന്നുള്ളത് മനോഹര കാഴ്ചയാണ്. ട്രോഫി കമ്മിറ്റിക്ക് നൽകുകയാണ്. ട്രോഫിക്ക് വേണ്ടി പ്രത്യേക പൗര്യൻ ഒരുക്കിയിട്ടുണ്ട്. ട്രോഫി എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. മികച്ച സബ് ജില്ലയ്ക്കുള്ള ട്രോഫിയാണ് ആദ്യം കൈമാറിയത്. ഒപ്പം തന്നെ സിദ്ദിഖ് COA ജില്ലാ സെക്രട്ടറി സിദ്ദിഖ് നൽകുകയാണ്. മികച്ച വിദ്യാലയത്തിനുള്ള ട്രോഫി നൽകുകയാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മനോഹരമായ ദൃശ്യം തന്നെയാണ്. ട്രോഫി കൈമാറിയിരിക്കുന്നു. ട്രോഫി കമ്മിറ്റിയിലേക്ക് കേരള വിഷൻ UTV കൈമാറിയിരിക്കുന്നു എന്ന് തന്നെയാണ്. എന്തായാലും വളരെ മനോഹരമായിട്ട് തന്നെ 4 ദിവസവും കലോത്സവം ഭംഗിയായി നടക്കുകയാണ്. എന്തായാലും ട്രോഫി കേരള വിഷൻ UTVയും ഇതിൻ്റെ ഭാഗമാവുകയാണ്. കാരണം മുഴുനീള സംപ്രേഷണം, തത്സമയ സംപ്രേഷണം മീഡിയ എന്ന ലെവലിൽ ഞങ്ങൾ ഓരോ ഭാഗവും ഒപ്പിയെടുക്കുകയാണ്. ഇവിടെ നവംബർ 29-ന് ആലത്തൂർ ആരംഭിച്ച റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇന്ന് സമാപനത്തിലേക്ക് നീങ്ങുമ്പോൾ മുഴുവൻ വിജയികൾക്കും പ്രത്യേകിച്ച് ഓവറോൾ നേടിയ ആളുകൾക്കൊക്കെയുള്ള സമാപന സമ്മേളനത്തിൽ ട്രോഫി നൽകാൻ പോകുകയാണ്. ആ സമയത്താണ് UTV നമുക്ക് മികച്ച 2 ട്രോഫികൾ സമ്മാനിച്ചിരിക്കുന്നത്. അത് ഏറ്റവും മികച്ച ടോപ്പ് സബ് ജില്ലയ്ക്കും അതുപോലെ ഏറ്റവും മികച്ച സ്കൂളിനുമാണ്. ഈ ട്രോഫി കമ്മിറ്റിക്ക് വേണ്ടി കൃത്യമായ നന്ദി ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും എന്തായാലും ആധികാരികമായിട്ടുള്ള ലെറ്റർ പേഡും മാനേജിംഗ് ഡയറക്ടർ വി മണികണ്ഠൻ നൽകുകയാണ്. സിദ്ദിഖ 2 വാക്ക് പറയാം. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ ട്രോഫി കമ്മിറ്റി വളരെ സജീവമാണ്. വളരെ ആകർഷകമായ മികച്ച ട്രോഫികളുമായി ഈ കമ്മിറ്റി തുടക്കം മുതലേ പ്രവർത്തിച്ച് ഇന്ന് സമാപനത്തിലേക്ക് നീങ്ങുമ്പോൾ എല്ലാവരുടെയും എല്ലാ കലാപ്രേമികളുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ചു എന്നത് ഏറെ സന്തോഷകരമാണ്. എല്ലാവർക്കും 1000 നന്ദി. തീർച്ചയായിട്ടും ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ വി മണികണ്ഠൻ കലോത്സവത്തെക്കുറിച്ച് അതായത് 2 വാക്ക് പറയാൻ. 4 ദിവസമായിട്ട് മുഴുനീളെ ഓരോ ഭാഗവും ഒപ്പിയെടുക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ 15 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ കലോത്സവത്തിൽ ഈ വർഷം പാലക്കാട് ജില്ലയിൽ ആലത്തൂർ തന്നെ വന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾ 2011 മുതൽ ആരംഭിച്ച് ജില്ലാ കലോത്സവം തത്സമയ സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 15 വർഷവും ഞങ്ങൾക്കത് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതിലുപരി ആലത്തൂരിലെ ഒരു ടീം വർക്ക് ഞങ്ങളെ എല്ലാവരെയും അതിശയപ്പെടുത്തി തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും വേണ്ട വിധത്തിൽ ഒരുക്കിത്തരാൻ എല്ലാവരും ഒരുപോലെ നിന്നിട്ടുണ്ട്. അതിന് പ്രത്യേകം ആലത്തൂരിലെ മുഴുവൻ ഓപ്പറേറ്റർമാർക്കും ഈ പാലക്കാട് ജില്ലാ റവന്യൂ കലോത്സവത്തിലെ എല്ലാവർക്കും നന്ദി പറയുന്നു UTVയുടെ പേരിൽ. തീർച്ചയായിട്ടും COA ജില്ലാ സെക്രട്ടറി സിദ്ദിഖ 4 ദിവസമായി നമ്മൾ അഹോരാത്രം പ്രവർത്തിക്കുന്നു. ഒപ്പം തന്നെ സംഘാടകരും നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നു. തീർച്ചയായും പാലക്കാട് ജില്ലയിൽ ഈ കലോത്സവം UTV അട്ടപ്പാടി വരെ എത്തിച്ചു എന്നുള്ള ഒരു വലിയൊരു ചാരിതാർത്ഥ്യമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ അട്ടപ്പാടിയിൽ നിന്ന് വരെ ഫോണുകൾ വന്നു. അവരുടെ കുട്ടികളുടെ പരിപാടികൾ തത്സമയം കാണാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം. തീർച്ചയായും MD പറഞ്ഞമാർ ഇവിടുത്തെ ഈ കമ്മിറ്റി അഹോരാത്രം ഈ പരിപാടി വളരെ ഭംഗിയാക്കി അവർ ചെയ്ത പ്രവർത്തിക്കും UTVയുടെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ UTVയുടെ ഹോം ടൗണാണ് ആലത്തൂർ. അതിൽ ഭാഗമാക്കാൻ ഞങ്ങൾ ട്രോഫി നൽകാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും എന്തായാലും കലോത്സവത്തിൻ്റെ ഈ മനോഹര ഈ ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇന്ന് 5 മണിയോടുകൂടി സമാപിക്കും എന്ന് തന്നെയാണ്. ഇന്നാണ് തിരശ്ശീല വീഴുന്നത്. എന്തായാലും സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കൃത്യസമയത്ത് തന്നെ സമാപനം നടക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മറ്റു വേദികളിലേക്ക് നമുക്ക് പോവാം.